എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ തിരുവനന്തപുരം നരസിംഹവിലാസത്തിലാണ്. ഇവിടെ GSB മഹാസഭ ട്രിവാൻഡ്രം അവരുടെ ആഭിമുഖ്യത്തിൽ അവരുടെ പ്രാർത്ഥനാ മന്ദിരത്തിൽ വെച്ചുകൊണ്ട് എല്ലാ വർഷവും ആഘോഷിക്കുന്ന വിനായക ചതുർത്ഥി ആഘോഷം. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നാളെ ആണ് വിനായക ചതുർത്ഥി. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി. അപ്പോൾ ഹോമവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാ ഹോമം പോലെ ചെറിയ ഹോമമല്ല, നമ്മൾ അത്യാവശ്യം വലിയ ഹോമം തന്നെയാണ് ചെയ്യുന്നത്. വലിയ ഹോമകുണ്ഡമായിരിക്കും. പക്ഷേ കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ 4th ഫ്ലോറിൽ തന്നെ ചെയ്യുന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ ഇതിനേക്കാൾ ടോപ്പിൽ 5th ഫ്ലോർ ഉണ്ടായിരുന്നു. 5th ഫ്ലോറിൽ പ്രാർത്ഥനാ മന്ദിർ തന്നെ ഉണ്ട്. അപ്പോൾ ആ വലിയ ഹാളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് പണ്ട് ഗണേശ വിഗ്രഹം ഇവിടെ വെക്കാറുണ്ടായിരുന്നു. വൈകിട്ട് നിമജ്ജനം ചെയ്യാൻ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കടൽ കൂടി ഇവിടെ സംഗമം അടുത്തുള്ളവർക്കൊക്കെ അറിയാം. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രയാസം, പിന്നെ സ്പെഷ്യൽ പെർമിഷൻ, അങ്ങനെ കുറേ പ്രയാസങ്ങൾ വന്നതുകൊണ്ട് അതിപ്പോൾ ചെയ്യാറില്ല. പകരം ഹോമം മാത്രമായിട്ട് നമ്മുടെ ആഘോഷം ചുരുങ്ങി എന്ന് പറയാം. പക്ഷേ എല്ലാവർക്കും ആഘോഷം ആ ഗണേശ വിഗ്രഹ നിമജ്ജനം തന്നെയായിരുന്നു. ഇനി വരും കാലങ്ങളിൽ അതുപോലെ ചെയ്യാനായിട്ട് ഭഗവാൻ ഗണേശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ഹോമകുണ്ഡം തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹോമകുണ്ഡം തയ്യാറാക്കി അതിന് വരച്ച് കളർ കൊടുക്കുക എന്നുള്ളതാണ് ഇച്ചിരി ഭഗീരഥ പ്രയത്നം. അപ്പോൾ നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹോമകുണ്ഡം കാണാൻ ഇതുപോലെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. 1.5 മണിക്കൂറത്തെ പണിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം അവിടെയുള്ള എല്ലാവരും, പ്രത്യേകിച്ച് പാർവതി, നമ്മുടെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് മോഹൻദാസ് പൈമാം, അദ്ദേഹത്തിൻ്റെ മകളാണ് പാർവതി, വക്കീൽ കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്നോടൊപ്പം ഇതുപോലെ കളറിടാനായിട്ട് സഹായിക്കുമായിരുന്നു. അപ്പോൾ ഇത്തവണയും പാർവതി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം, ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഭക്ഷണം ചപ്പാത്തിയും കിഴങ്ങേറിയാണ്. അപ്പോൾ ചപ്പാത്തിയും കിഴങ്ങാറിയൊക്കെ കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങി. നാളെ രാവിലെ എണീക്കുക, നമുക്ക് ഗണപതി ഹവനമുണ്ട്. അപ്പോൾ ഗണപതി ഹവനത്തിൻ്റെ വീഡിയോയും മറ്റും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ.